ഹലോ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കേട് ചേർത്ത് കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണേ. ഞാനിവിടെ ചേർക്കുന്നത് യോഗർട്ടാണ്. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലോ അതിൽ താഴെയോ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സവോളയൊക്കെ ഒരു വഴറ്റുന്ന സമയം അത്രയും ഇത് നന്നായിട്ട് മാരിനേറ്റ് ആയിക്കോട്ടെ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം, ഫ്രീസറിലല്ല. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിനകത്തേക്ക് ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ പ്ലസ് ഗീ അതങ്ങനെയാണ് ചേർക്കുന്നത്. നല്ല നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡയും യൂസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 8 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഒരു 5-6 അല്ലി എടുത്തിട്ടുള്ളൂ. ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തണേ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് വരുന്ന ഒരു തക്കാളിയാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല എരിവ് ഈ കുരുമുളക് പൊടിയിൽ നിന്നും പച്ചമുളകിൽ നിന്നും തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ മസാലയിൽ ഉപ്പ് ചേർത്തത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ്റെ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമ്മളിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് അളവിൽ ഇതിവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് തുറന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണേ. അതിനകത്തേക്ക് ഈ ഒരു സവോളയുടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഇട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് മാറിപ്പോകരുത് കേട്ടോ. ഈ ഒരു ശ്രദ്ധ വേണം ഇതിനകത്തേക്ക്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൂടെ കിടക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
ചിക്കനിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ചിക്കൻ ഒന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ സവോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എന്താ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണേ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ടും കൂടെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ അതിൻ്റെ പകുതി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അത് നമുക്ക് നന്നായിട്ട് ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങ കൂടെ അതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പകുതി നാരങ്ങ തന്നെ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി കേർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്കിനും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കും. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ട. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരല്പം നെയ്യ്, കൂടുതൽ വേണ്ട, അതിവിടെ ഒരല്പമേ എടുത്തിട്ടുള്ളൂ. അതൊന്നൊരു 1/4 ടീസ്പൂൺ അളവിൽ അതിൻ്റെ താഴെ നമുക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിസ്ത ഉണ്ടല്ലോ, സവോള, കാഷ്നട്ട്, പിന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ കൂടെ, അപ്പോൾ അതിൽ നിന്നൊരു അല്പം കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്നും ചെയ്യേണ്ട, എല്ലാം കൂടെ ഒന്ന് ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചിവിടെ മാറ്റി വെക്കാം. നമുക്ക് റൈസിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗീ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം നമ്മൾ കോരി ഊറ്റി എടുക്കുകയല്ലേ, അരി വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, വേണ്ടത് ഒരു 3-4 പീസ് കുരുമുളക്, ഒരു 4 കഷ്ണം ഏലക്ക, പെരിഞ്ജീരകം, പിന്നെ ഒരു 2-3 ഗ്രാമ്പു, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള് മല്ലിയിലയും പുതിനയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ആ ഒരു അളവിന് മതിയാവും. പിന്നെ വേണ്ടത് നമ്മളുടെ ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ മസാല, ആ മസാലയ്ക്കകത്തുനിന്ന് ഒരല്പം 1 ടീസ്പൂൺ അളവിൽ ആ ഒരു മസാല കൂടെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ചോറിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ഏകദേശം 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് വേകട്ടെ. ഇനി നമുക്കിതൊരു കവർ ചെയ്തതിന് ശേഷം ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഒരു 75% അല്ലെങ്കിൽ 80% മുകളിൽ നമുക്ക് വേകണ്ട. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നമുക്കിത് ഊറ്റിയിട്ട് നമുക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ അരി എവിടം വരാനൊന്ന് നോക്കാം.
ഒരു 10% കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഞാൻ ഊറ്റി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവാണ്. അപ്പോൾ നമുക്കിനി ഇത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതിയാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പം ചെറിയ ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു ടോപ്പിങ്സ് കൊടുക്കണമല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ പാലും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ നമുക്ക് കളറൊന്നും ചേർക്കണ്ട കേട്ടോ, ഈ ഒരു ടേസ്റ്റ് ഇരിക്കട്ടെ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്ത ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനേൻ്റെ ഇല, പിന്നെ നമ്മളുടെ ഒരു ഗീയുടെ മിക്സാണിത്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറിൽ ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ പോർഷനും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒട്ടും തന്നെ ഇതിൽ നിന്ന് ആവി വെളിയിലേക്ക് പോകത്തില്ല. കുക്കറാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് അടച്ച് വെച്ചാൽ മതി. ഒട്ടും തന്നെ എയർ പുറത്തോട്ട് പോകത്തില്ല. വിസിലിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ എയർ ഇതിൽ നിന്ന് പുറത്തോട്ട് പോകത്തില്ല. ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ച് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഈ ഒരു ലോ ഹീറ്റിൽ ഇത് ഇരുന്നോട്ടെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി നമ്മുടെ ബിരിയാണി എല്ലാം നല്ല ഉഷാറായിട്ട് റെഡിയായി വരും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബിരിയാണി എന്തായാലും നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. നമുക്കപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ ബിരിയാണി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ബൈ ബൈ.